ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇപ്പോൾ ഒരു രാവിലെ എത്ര മണി, ഒരു 8 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പഴങ്കഞ്ഞി ആക്കി തിന്നാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നലത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ പഴങ്കഞ്ഞിയും അമ്മയുടെ സ്പെഷ്യൽ മുളക് ചമ്മന്തി പിന്നെ തൈര് ഇതൊക്കെ കൂട്ടി കഴിക്കാനാണ് പ്ലാൻ. ഇപ്പം ഇതാ ഇവിടെ നിന്നിങ്ങനെ ചായ കുടിക്കുന്നു. ഞാനിപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്. ഈ AC ഉണ്ടല്ലോ അതേപോലത്തെ കാലാവസ്ഥയാണ് കേട്ടോ. ഗൈസ്, നമ്മുടെ ചേഞ്ച് റോസ് കണ്ടോ? ഇത് മന്ദാരമാണ്, മന്ദാരം. ചേഞ്ച് റോസ് നിൽക്കുന്നതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നുണ്ട്, ഒത്തിരി മൊട്ട് നിൽപ്പുണ്ട്. നല്ല രസമാണ് കാണാൻ. ആഹാ, നമ്മുടെ ലുട്ടാപ്പിയെ കണ്ട ഭയങ്കര ഉറക്കമാണ്. ഇപ്പം ഞാനൊരു ചൂലും എടുത്തിറങ്ങണം തൂക്കാനായിട്ട്, അപ്പോൾ ഓടി വരും. അപ്പം നമുക്കിനി അകത്തോട്ട് പോവാം. അടുപ്പം കത്തിച്ചാട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തത് കൊണ്ട് പണിയില്ലാത്തതുപോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി ചുറ്റി നടക്കുകയാണ്. അല്ലെങ്കിലും കറങ്ങും, എങ്കിലും ഇന്ന് ഒട്ടും പണിയില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ബാക്കിൽ വന്നതാണ്. നമ്മുടെ കോഴികളെ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര മഴയും നല്ല തണുപ്പും കാറ്റും ഒക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കോഴികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പനി ലക്ഷണമുണ്ട്, ഇങ്ങനെ തുമ്മി ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ പൂവൻ കോഴി, നമ്മുടെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ പൂവൻ കോഴി. അവന് നല്ല പനിയുണ്ട്. അവന് പിന്നെ ഒരു ആവതൊന്നുമില്ല, ഇങ്ങനെ കുത്തിയിരിക്കും പിന്നെ എഴുന്നേക്കും. പക്ഷേ വെള്ളമൊക്കെ നല്ലതായിട്ട് കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മൾ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയിട്ടൊന്ന് കാണിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പം നമ്മുടെ അടുത്ത് മൃഗാശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് അവനെ ഒന്ന് കാണിക്കാം. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് മരുന്ന് കൊടുക്കണം. എല്ലാവരുടെയും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഇവന് കുറച്ചാവത് കുറവുള്ളത് കൊണ്ട് ഇവനെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ചീറ്റിയൊക്കെ നിൽക്കുകയാണ് കണ്ടോ. ഇവനാണ് അസുഖമുള്ള ആൾ. ഓക്കെ, ഊഞ്ഞാല കയറി ആടുക. ആർക്കും വയ്യ, എല്ലാവർക്കും പനിയാട്ടോ. തുറക്കുന്നില്ല, അടച്ചേക്കാം. രാവിലെ എനിക്ക് വേറെ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തുണിയുടെ മേളോട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യണമല്ലോ. അപ്പം നല്ല കുറച്ച് തുണികളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല തുണികളാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് കഴുകും, അല്ലാത്ത നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന തുണികളൊക്കെ ആണെങ്കിൽ അത് അങ്ങ് വാഷിംഗ് മെഷീനിലിട്ട് കഴുകും. അതാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ അമ്മയാണെങ്കിൽ മുളക് ചമ്മന്തിയാണെന്ന് തോന്നുന്നു, അതാണ്ട് ഉണ്ടാക്കുമായിരുന്നു. സോ അപ്പം ഞാനാണെങ്കിൽ ആ ഗ്യാപ്പിൽ ഇങ്ങനെ തുണിയൊക്കെ കഴുകി പിഴിഞ്ഞ് ഒക്കെ സെറ്റാക്കുമായിരുന്നു. അപ്പം നമ്മൾ തുണിയെല്ലാം കഴുകി മുകളിലാണ് ഇടുന്നത്. പക്ഷെ ഇന്ന് നല്ല വെയിലുള്ളത് കൊണ്ട് വെളിയിലങ്ങ് വിരിച്ചു. എൻ്റെ രാവിലത്തെ തുണി കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി സിൻകുട്ടിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഇനി തൈര് മേടിക്കാനായിട്ട് പോകണം. ഞാൻ വിചാരിച്ച് മുളക് ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞെന്ന്, പക്ഷേ ഉണ്ടാക്കാനായിട്ട് പോകുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ അതിനുള്ള സാമഗ്രികളാണ് അമ്മ ഈ മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ എന്നെ ഇതേപോലെ ട്രോളൊന്നുണ്ടായിരുന്നു, നീ എപ്പോഴും ഈ വീഡിയോ എടുക്കുന്നതാണ്, പക്ഷെ ഇതൊന്നും നീ അപ്ലോഡ് ചെയ്യുന്നത് കാണുന്നില്ലേ, അങ്ങനെ പറഞ്ഞ് എന്നെ ട്രോള് കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ അപ്ലോഡാക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വലിയ ഗമയിലൊക്കെ ഇരുന്ന് അങ്ങനെ മീൻകറി ചേട്ടൻ വന്നു, മീനൊക്കെ മേടിച്ചു. ഉരുട്ടായപ്പോൾ ഒരു വിധത്തിൽ അകത്ത് കയറത്തില്ല കേട്ടോ. പിന്നെ എങ്ങനെയോ പിടിച്ച് അകത്ത് കയറ്റി പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എൻ്റെ കുഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് അവളെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ സിൻകുട്ടിക്കുള്ള മരുന്നൊക്കെ കൊടുക്കുന്ന. അപ്പം തൈര് മേടിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് ഫുഡ് കഴിക്കണം. അല്ലേ കുഞ്ഞി? നല്ല തണുത്ത പഴങ്കഞ്ഞി കഴിക്കണം. പഴങ്കഞ്ഞി ഇഷ്ടമാണോ? പഴങ്കഞ്ഞി ഇഷ്ടം. അവിടെ നിന്ന് മേടിക്കാം കേട്ടോ. പലരും പല രീതിയിലായിരിക്കും പഴങ്കഞ്ഞി ആക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഇങ്ങനെയാണ് പഴങ്കഞ്ഞി ആക്കുന്നത്. തലേദിവസത്തെ ചോറിനകത്തോട്ട് പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിങ്ങനെ വെച്ചേക്കും. പിന്നെ മുളക് ചമ്മന്തിയും പിന്നെ ആവശ്യത്തിനുള്ള കട്ടത്തൈരൊന്നും ഒലിച്ച് മെൽറ്റായിട്ടുള്ള തൈരാട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒഴിക്കണം, ആവശ്യാനുസരണം ഒക്കെ അങ്ങ് ഒഴിക്കണം. എന്നിട്ടിങ്ങനെ ഞെവിടി മാമേ കളിച്ചാം അമ്മാമതോ പോന്ന്. എല്ലാവരും കഴിച്ചു, ഞാൻ മാത്രമേ ലാസ്റ്റ് കഴിക്കാനുള്ളായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് അങ്ങൊരു പിടി അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പം കുഞ്ഞിയും കൊണ്ട് അമ്മയും സെബിന് ചാച്ചനോട് വെളിയിൽ പോയി. പപ്പ പിന്നെ പോയെന്ന് തോന്നുന്നു, മേളിലത്തെ നിലയിൽ പോയി. സോ അപ്പം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിൻകുട്ടി പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം വേറൊരു അങ്കിളുമായിട്ട് ഇങ്ങനെ ഇരുന്ന് വെളിയിരുന്ന് അവർ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആ ഗ്യാപ്പിൽ ഞാനാണെങ്കിൽ പഴങ്കഞ്ഞി കഴിക്കുമായിരുന്നു. പുല്ലു ഒരു രക്ഷയില്ലായിരുന്നു, പൊള്ളി ടേസ്റ്റായിരുന്നു കേട്ടോ.
നമ്മൾ വേറെ വല്ല ദോശയോ ഇഡലിയോ അല്ല ചപ്പാത്തിയോ പൂരിയോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുത്തും. പക്ഷേ അതിനേക്കാളും ഒരു വലിയൊരു എന്താ പറയുക, അതുക്ക് മേലെയാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. അത് വല്ലപ്പോഴും ഒക്കെ കഴിക്കുവാണെങ്കിൽ ഈ ഒരു ടേസ്റ്റാണ്. സ്ഥിരം കഴിക്കുവാണെങ്കിൽ പിന്നെ നമ്മളങ്ങ് ബോറടിച്ച് ചാവും. ചോറെല്ലാം കഴിച്ചതിന് ശേഷം ലാസ്റ്റ് വെള്ളവും കൂടെ ഒന്ന് കുടിക്കണം. ആഹാ, പൊള്ളി ടേസ്റ്റായിരുന്നു. ഇപ്പം ഞാൻ ആശുപത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം എൻ്റെ പല്ലൊന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഷോപ്പിലെത്തി. ആശുപത്രി പോയപ്പം ഡോക്ടറിനെ കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന്, എന്നാലേ എന്തോന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുക്കണമെങ്കിൽ വേറൊരു സ്ഥലം വരെ പോകണം. സോ അതുകൊണ്ട് അവിടെ 1 മണി വരാണ്ടേ ഉള്ളൂ. പിന്നെ പോസ്റ്റ് ഓഫീസിലും പോകണമായിരുന്നല്ലേ. സോ അതുകൊണ്ട് എക്സ്റേ എടുക്കുന്നത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു ഗൈസ്. ഞാൻ പിന്നെ ചോറ് വെച്ചിട്ട് വന്ന് ഈ അച്ഛന് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. കൈ കഴുകിയിട്ട് വെച്ചു. മീൻകറി, മീൻ വറുത്ത്, ചോറ്, എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി കേട്ടോ. കുറച്ച് തൈര് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാക്കി. ഞാൻ തട്ടിയിട്ടാ വന്ന് കഴിച്ച. ഓൺലൈൻ ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് മെസ്സേജ് വഴിയിട്ടാണ് വരണേ. അപ്പം നമ്മളിനി അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കട്ടെ. സോ അപ്പം നെക്സ്റ്റ് പരിപാടി അതാണ്. അച്ഛൻ ഫുഡ് കഴിക്കുന്നു. അപ്പം ഞാൻ എല്ലാം ഒന്ന് ക്ലിയർ ആക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിലെ വെസ്റ്റേൺ ടൈപ്പ് ആയിട്ടുള്ള ടോപ്സൊക്കെ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണുള്ളത്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള കേട്ടോ ഈ ടോപ്സൊക്കെ. അങ്ങനെ നമുക്ക് കുറേ ഓർഡേഴ്സൊക്കെ കിട്ടി. ഞങ്ങൾ പിന്നെ അതൊക്കെ ഫുൾ പാക്കൊക്കെ ചെയ്ത് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എഴുതി സെറ്റാക്കി വെച്ചു. ഇനി ബാഗിൽ വെച്ചിട്ട് ഇതേപോലെ നമ്മളിനി കൊറിയർ ഓഫീസിൽ, പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബൈക്കിലാണ് നമ്മൾ കൊണ്ടുപോകണേ കേട്ടോ. ഇപ്പം നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിൽക്കുകയാണ്. സോ അപ്പം എന്താണ്, ഒന്നുമില്ല പറയാനും. ഓർഡേഴ്സൊക്കെ ഇങ്ങനെ കണ്ടമാനം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് കുറച്ച് കളക്ഷൻസ് ഇതിലോട്ട് ആഡ് ആക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ സൗത്ത് സൈഡ് 2.0 എന്ന് വെച്ചിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് നമുക്കുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്സൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അയച്ചാൽ മതി. ഞങ്ങളുടെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇനി എല്ലാം ക്ലിയർ ആക്കി വിടണം. സോ അപ്പോൾ ഇനി കുറച്ച് കളക്ഷൻസ് കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനി അതെല്ലാം നമ്മളൊന്ന് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി കുറേ ജോലികളുണ്ട് ഗൈസ് ഇവിടെ ചെയ്യുവാൻ. ഓക്കേ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ, ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറക്കുക ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.